ഗേസ്, ഞാനിപ്പോൾ കാസർഗോഡ് KSRTC സ്റ്റാൻഡിലാട്ടാ. വന്നിറങ്ങിയപ്പോൾ തന്നെ മഴ, നല്ല സമയദോഷം ഉണ്ടോ എനിക്ക്. ഗേസ്, ആദ്യം നമുക്ക് കണ്ട ഇവിടെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഗേസ്, ഈ ബസ്സൊക്കെ കിടക്കുന്നത് മംഗലാപുരം, അതായത് കുമ്പളക്കൂടി പോണ ബസ്സുകളാട്ടാ. ഞാൻ ഇതിനല്ല വന്നത്, ഇവിടുന്ന് കയറാനല്ല വന്നത്, ഞാൻ മറ്റേ സൈക്കിൾ എടുക്കാനാട്ടാ വന്നത്. ഗേസ്, രാത്രി ബാംഗ്ലൂർ വന്ന വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ്. ഞാൻ ഇവിടുന്ന് ഇതാണ് കേട്ടോ മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്. ഇവിടെ 2, 3 അതാ ഈ ഭാഗത്താണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന ബസ് കിടക്കുന്നത്, കുമ്പളക്കൂടെ. ഞാൻ ബസ്സിനാണ് വന്നത്. ഞാൻ പാൻറ്റൊക്കെ ഇട്ട് വാച്ചൊക്കെ കെട്ടി ബാഗൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. സംഭവം എന്തിനാ വെച്ചാൽ എൻ്റെ സൈക്കിൾ എടുക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇവിടെയാണ് ഞാൻ സൈക്കിൾ വെച്ചിട്ടുള്ളത്. സ്റ്റേഷനിൽ വെക്കുമ്പോൾ 12 രൂപ, അതായത് 1 മണിക്കൂർ വെക്കണമെങ്കിൽ 12 രൂപ കൊടുക്കണം, അതായത് ഒരു 350 രൂപ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത്. സ്റ്റേഷനിലോട്ട് ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇന്നലെ രാവിലെ ഓടിച്ച് വന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഹിന്ദിക്കാരനാണ്. ക്ലോക്ക് റൂം അവൈലബിൾ, പാർക്കിംഗ് ഒക്കെ ഉണ്ട്. എന്നോട് 20 രൂപ ചോദിച്ചുള്ളൂ, വേറെ പൈസ ചോദിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് പോയിട്ട് സൈക്കിൾ എടുക്കാതെ, എന്നിട്ട് ബാക്കി വരുടെ. മഴ വരുന്നുണ്ട് തമ്പുരാനെ, എപ്പോൾ വന്നാലും മഴ പെയ്യും, എന്തെങ്കിലും ഒട്ടയാണ്. ഗേസ്, ഇവിടെയാണ് ഞാൻ വണ്ടി വെച്ചത് കേട്ടോ. അതായത് നമ്മുടെ സൈക്കിൾ ഇരിപ്പുണ്ട്, നമ്മൾ എടുക്കാണ്ട. അയ്യോ, ഞാൻ ഒരു വെള്ളം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റ് എടുക്കൊണ്ടു. പിന്നെ ഞാൻ ഷോർട്സ് അകത്ത് ഇട്ടിട്ടാണ് കൊണ്ടുവന്നേട്ടാ. പിന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. വെയിലാണ് ഇപ്പോൾ, വെയിലില്ല മഴയില്ല, ആ ഒരു കാലാവസ്ഥയാണ്. ഇടയ്ക്ക് പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് പോവാം. കാറ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ വീട്ടിലോട്ടൊരു 20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് ബാക്കിയൊക്കെ പറയാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം, ടൗണിൽ നിന്ന് ഇറങ്ങാം, എന്നിട്ട് ബാക്കി ഇവിടെ വെക്കാം. ജെയ്സൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഓളയത്തെടുക്കുക കേട്ടോ. ഓളയത്തെടുക്കുക എത്തി ഒരു 15 മിനിറ്റ് ഡ്രൈവ് ചെയ്തു. ഇനിയിപ്പോൾ പോകണം. ഇനി ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ ഒന്നുണ്ട് വീട്ടിലോട്ട്. പക്ഷെ കയറ്റമാണ്, കയറ്റവും ഇറക്കൊക്കെയാണുള്ളത്. അതാണ് ഞാൻ ഇവിടെ വിട്ടെ. വെയിൽ കയറിയിട്ട് ഇതിനേക്കാളും മഴയായിരുന്നു പുല്ല്. ഇത് വെയിലാണ് വണ്ടാണ് ഇവിടെ. ഓക്കെ, ഞാൻ ഈ വഴി കൂടെ കേട്ടോ അന്ന് പോയപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇതിൽ കൂടെ തന്നെയാണ്. കാസർഗോഡ് പോയത് ഈ വഴി കൂടെ തന്നെയാണ്. അപ്പോൾ എനിക്ക് നമ്മൾ സീതാമൂളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാൻ ഈ വഴിയിൽ തന്നെയാട്ടോ അന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. കുമ്പള വഴി എനിക്ക് കാസർഗോഡ് പോയായിരുന്നു, പിന്നെ ഓളത്തിരക്ക് വഴി. ഞാൻ ഈ വഴിയാണ് പോയത്. ഞാനിന്ന് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു. ഞാൻ മഴ നനഞ്ഞിട്ടാണ് ഇതിലന്ന് പോയത്. ചെറിയൊരു നെഗറ്റീവൊക്കെ മനസ്സിലേക്ക് വന്നായിരുന്നു അന്ന്. ഈ ട്രിപ്പ് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സൈക്കിളിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇത്ര ദൂരം ചവിട്ടാൻ പറ്റുമോ? കാരണം ഞാൻ വെറും 6 ദിവസമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. വെറും 6 ദിവസം ഇതിൽ കൂടെ വന്നിട്ടില്ല. അതിലൂടെ വന്നിട്ട് ഒരു 7-8 കിലോമീറ്റർ ഡെയിലി ചവിട്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ട് ചവിട്ടില്ല. പിന്നെ പലരും പേടിപ്പിച്ചു പറഞ്ഞിട്ട് കുറേ ചവിട്ടണം, 1 മാസമൊക്കെ പ്രാക്ടീസ് ചെയ്യണം, എന്നിട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ. എൻ്റെ പോലെ ഒരു ചക്കായിട്ട്, എൻ്റെ റിസു എന്ന് പറഞ്ഞൊരു ചക്കായിട്ട് ഭാസ്കറില്ല, കുമ്പള്. അവര് ദുബായിക്ക് പോയത്. അപ്പൊ അവരെ പോലെ അവൻ്റെ ഒരു വണ്ടി ഉണ്ട്, സ്കൂട്ടി. അതുപോലെ മാസ്ക് വെച്ചിട്ട് ചങ്ങായി വന്നു. അപ്പൊ ഞാൻ അയ്യോ റിസു അല്ലേ ഇതങ്ങനെ ചോദിച്ചു. അപ്പൊ റിസു അല്ല എടാ തെണ്ടി റിസു നീയാണെന്ന് ചോദിച്ചു. ഞാൻ ഒരാളുടെ വിണ്ടിയടാ. അങ്ങനെയല്ല, വിണ്ടി വെച്ചാൽ പെട്ടെന്ന് എക്സൈറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു എടേന്നല്ലോ. കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ചക്കനോട് കുറച്ച് സംസാരിച്ചു. അവൻ എൻ്റെ സൈക്കിൾ കണ്ടിട്ട് വന്നതാണ്. എന്നിട്ട് ചോദിച്ചത് എന്നിട്ട് കുറച്ചൊരു സംസാരിച്ചേടാ. നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? ട്രിപ്പിൻ്റെ ഗെയ്സ് എല്ലാം നമ്മളെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അതായത് നമ്മൾ പലരും പറയും, നമ്മളൊന്നും കേൾക്കരുത്, നമുക്ക് ഓക്കെ നമ്മൾ അങ്ങ് ഇറങ്ങിക്കോണം. ഞാൻ അങ്ങനെയാണ്, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ് ഗെയ്സ്. അതായത് സ്വപ്നത്തിൽ പോയി ഞാൻ വ്ളോഗ് പോലെ ഇട്ടത് കണ്ണൂർ എത്തിയിട്ട്, അതായത് ചെറുത്തൂർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാണ് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഒരു ഉറപ്പില്ല, ഫസ്റ്റ് ദിവസം ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഇറങ്ങി, ഞാൻ ഫിനിഷ് ചെയ്തു, അത് 7 ദിവസത്തിനുള്ളിൽ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങിക്കോണം. നിങ്ങൾ ബാക്കിയുള്ളവരുടെ വർത്തമാനവും കാര്യങ്ങളൊന്നും കേട്ടിരിക്കരുത് കേട്ടോ. ഒരു ലൈഫുള്ളൂ കേസ്, എൻജോയ് ചെയ്ത് സെറ്റാക്കി ചെയ്യും. മഴ കൊള്ളുന്നുണ്ട്, ഇപ്പോൾ മഴയില്ല, എന്ത് തേങ്ങയാണിത്. എന്തായാലും നമുക്ക് പോവാം കേസ്, വീട്ടിൽ പോയിട്ടിരിക്കാം. ചൂടൊരു സിനിമ കാണുന്നുണ്ട് കേസ്. ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയൊക്കെ ആയി തോന്നുന്നുണ്ട് കേട്ടോ. ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്തു.
1.5 മണിക്കൂർ എടുത്തുകൊണ്ട് ഞാൻ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് വന്നത്. അയ്യോ അയ്യോ, ഈ സാധനം ഉണ്ടായിരുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് എടുക്കണത്. ഇത് വെറുതെ കൊണ്ടുപോയി. ഒരു കാര്യമില്ല, കുറച്ച് വെയിറ്റ് കൂടി എന്നല്ലാണ്ട് വേറൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ടയർ ഇതാ ഇത്രത്തോളം തേഞ്ഞിട്ടുണ്ട് കേട്ടോ, കണ്ടോ ടയർ. പക്ഷെ കുഴപ്പമില്ല, എല്ലാം സെറ്റായി. നമ്മൾ ഇവിടുന്നാണ് സൈക്കിൾ സ്റ്റാർട്ട് തുടങ്ങിയത് കേട്ടോ. വ്ളോഗ് തുടങ്ങിയപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് വ്ളോഗ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ സൈക്കിൾ ഇതേപടി അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇവിടെ എത്തി. ഇതേപോലെ മഴ പിടിച്ചിട്ടുണ്ട് നല്ല. അയ്യോ നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ സൈക്കിൾ ട്രിപ്പ് ഇവിടെ കഴിയാണ്. ബാക്കിയൊക്കെ ഞാൻ ഈ വ്ളോഗിൽ തന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കാസർഗോഡ് നിന്ന് നമ്മളെ സൈക്കിളും എടുത്ത് ഇവിടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു നീണ്ട യാത്രയായിരുന്നു ഗൈസ്. എന്തായാലും ഞാനിപ്പോൾ ഒന്ന് പോയി കുളിക്കട്ടെ, ഭയങ്കര ക്ഷീണമായിട്ടാ ചവിട്ടിയപ്പോൾ. ഇന്നലെ റെസ്റ്റ് എടുത്തുകൊണ്ടാണ് തോന്നുന്നുണ്ട്, ഭയങ്കര ക്ഷീണം. ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്കോട്ടെ. നിങ്ങൾ നാളത്തേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ സംസാരം ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവരൊക്കെ പറയും പറ്റൂല അതാണ് ഇതാണെന്നൊക്കെ പറയും, പക്ഷെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് പോകേണ്ടത്. ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ ബൈ. ഗേസ് സെപ്റ്റംബർ 7-നാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ സൈക്കിൾ ട്രിപ്പ് പോയിട്ട് 2 മാസമൊക്കെ കഴിഞ്ഞാണ്. ഒരുപാട് ആലോചിച്ചു ഇങ്ങനൊരു വീഡിയോ വേണോ വേണ്ടയോ എന്നൊക്കെ. അപ്പോൾ കുറച്ച് വിഷ്വൽസൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതൊരു വ്ളോഗാക്കി ഇങ്ങനൊരു ചോദ്യം, കുറേ പേര് പല ചോദ്യങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞ് ഞാൻ മടുത്ത്. എവിടെ നിന്നായിരുന്നു എൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ തുടക്കം? എല്ലാവർക്കും ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അതിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അതുപോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേസ്, അതായത് ഒരു ഓൾ കേരള സൈക്കിൾ ട്രിപ്പ് പഠിക്കണമെന്ന്. അപ്പോൾ അതായത് ഒരു 2 വർഷം 3 വർഷം മുന്നേ ഞാൻ സൈക്കിൾ ഒരു ആക്രിക്കേഡിൽ നിന്നൊരു സൈക്കിൾ മേടിച്ചു. ഒരു പുതിയ സൈക്കിൾ എടുക്കാൻ എനിക്ക് കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആക്രിക്കേഡിൽ നിന്ന് ഒരു 1000 രൂപയ്ക്ക് സൈക്കിൾ മേടിച്ച് അതിലൊരു 3000 രൂപയ്ക്ക് പുതിയ സാധനങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് അച്ഛനും ചേട്ടനും. പിന്നെ എൻ്റെ കയ്യിലുണ്ടായ കുറച്ച് പൈസ ഒക്കെ എടുത്തിട്ടാണ് അത് സെറ്റ് ചെയ്ത് കേട്ടോ. എൻ്റെ അച്ഛൻ ഈ സൈക്കിൾ പണിയൊക്കെ അറിയാം. അപ്പോൾ അച്ഛൻ തന്നെയാണ് ആ സൈക്കിൾ റെഡിയാക്കി എടുത്തത്, ഞാനാണ് പെയിൻ്റ് അടിച്ചത്. അപ്പോൾ 2 വർഷം മുന്നേ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അന്ന് എനിക്കൊരു ഡിസീസ് വന്നു, ഒരു വയറുവേദന വന്നിട്ട് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായി. പിന്നെ ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല എന്നുള്ളൊരു വകുപ്പായി. അപ്പോൾ അതിനുശേഷം പോകാൻ പറ്റില്ല. അപ്പോൾ കുറേ നാൾ മുന്നത്തെ ആഗ്രഹമായിരുന്നു ഞാനിപ്പോൾ പോയത്. ഇപ്പോഴും പോവരുത് എന്ന് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്ക് പോകണമായിരുന്നു. അതായത് ഇനി നമുക്ക് കുറേ നാളൊന്നും കാത്തിരുന്നിട്ട് കാര്യമില്ല, ചിലപ്പോൾ നാളെ പോകാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് പറഞ്ഞായിരുന്നു നിൻ്റെ ഹെൽത്ത് വീക്കാണ്, നിനക്കിത് പറ്റില്ല, ചവിട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇനിയും ബക്കറ്റ് ലിസ്റ്റിൽ കുറേ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഞാൻ പോകും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഓക്കെ എന്നാൽ ഫസ്റ്റ് ഇത് അടിച്ചേക്കാം. കാരണം ആദ്യം നോക്കിയത് പൈസയായിരുന്നു കേസ്. അതായത് കുറഞ്ഞ ചിലവിൽ ഇപ്പോൾ എങ്ങനെ പോവാം, എങ്ങനെ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാം എന്നാണ് ഞാൻ ആലോചിച്ചത്. അതെന്തായാലും നടന്നു. എല്ലാവരും ചോദിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു ചോദ്യമാണ്, നീ ഇങ്ങനെ പോയിട്ട് നിനക്ക് എന്ത് നേടി, നീ എന്ത് നേടി? അല്ലെങ്കിൽ 1 രൂപ വരുമാനമില്ല യൂട്യൂബിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി പോയിട്ട് നിനക്ക് എന്താ ലാഭം, എന്താ കിട്ടി, എന്തെങ്കിലും കിട്ടിയോ, ആരെങ്കിലും പൈസ അയച്ചെന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കണം, അതുകൊണ്ട് ഇങ്ങനെ പോയി വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ടൊന്നല്ല ഞാൻ പോയത്. ഓരോരുത്തർക്കും ഓരോ ഭ്രാന്തല്ലേ, അതുപോലെയാണ്. ഇപ്പം ഞാൻ പോയ പോലെ എല്ലാവർക്കും പോകണമെന്നുണ്ടാവില്ല. ഇപ്പം ബസ്സിന് പോവാം, ട്രെയിനിന് പോവാം, നമുക്ക് പല രീതിയിൽ യാത്ര ചെയ്യാമല്ലോ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം സൈക്കിളിൽ പോകണം, സൈക്കിൾ ഇവിടുന്ന് ആറ്റം വരെ പോകണം, പോയി വരണം. അതും ഒരു സത്യം പറഞ്ഞാൽ ഗിയർ സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൽ പോയേനെ. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഓക്കെ ഗിയർ സൈക്കിൾ എല്ലാവരും പോകുന്നതാണ്, അപ്പോൾ കുറച്ചും കൂടി അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിംഗിൾ ഗിയർ സൈക്കിൾ എടുത്ത് പോകുന്നതാണ് എന്ന് എനിക്ക് തോന്നി. പിന്നെ അന്നത്തെ സത്യം പറഞ്ഞാൽ അന്ന് കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണ് പോയത്. അപ്പോൾ എന്ത് നേടി എന്ന് ചോദിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല. അത് നിങ്ങൾക്ക് കിട്ടാനും ചിലപ്പോൾ വഴിയില്ല കേട്ടോ.
ഈ ട്രിപ്പ് കഴിഞ്ഞതോടെ എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് ഞാനൊരു ഓക്കെ പൈസ ആക്കണം, ആരെങ്കിലുമൊക്കെ പൈസ എനിക്ക് അയച്ചു തരും എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഇത് പോയത്. എനിക്കാഗ്രഹം എനിക്കിത് പോകണം, അല്ലെങ്കിൽ നാളെ ഒരു കാശ്മീർ ട്രിപ്പ് എനിക്ക് സൈക്കിൾ ഓടിച്ച് അവിടെ പോകണം. അതെൻ്റെ മാത്രം ആഗ്രഹമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കുറ്റം പറയുന്നില്ല. ദയവേത് നിങ്ങളിങ്ങനെ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യരുത്. പിന്നെ എല്ലാവർക്കും പറയേണ്ടത് ഇതാണ്, എൻ്റെ ചിലവ് താമസം ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ്. ഞാൻ ഈ സൈക്കിൾ ട്രിപ്പിൻ്റെ ഇടയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഇത് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജ്, എവിടെയാണ് ബ്രോ താമസം, എവിടെയാണ്, എങ്ങനെയാണ്, എവിടെ എത്തി, ഇപ്പോൾ ടെൻറ്റിലാണോ താമസം, അതായത് ഫുഡ് എവിടെ നിന്നാണോ, ഹോട്ടൽ ഫുഡാണോ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു ട്രിപ്പിനെ പറ്റി ആദ്യം ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുക, താമസം എവിടെ വേണം, അതായത് പൈസ കൊടുത്ത് നമ്മൾ ഒരു റൂം എടുക്കണോ, പിന്നെ ഫുഡ് ഹോട്ടലിൽ നിന്നാണോ ഫുഡ്, അതായത് നമ്മൾ ടിഫിൻ ബോക്സിൽ സെറ്റ് ചെയ്യണോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഒരു ചിന്തയാണോ. അതുപോലെ ഞാനും ആലോചിച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ താമസം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ 7 ദിവസമാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം. ഫസ്റ്റ് ദിവസം ഞാൻ പോയത് ശരത്തേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അതായത് ഞാൻ ഇത്ര ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്, ഏതൊക്കെ ദിവസം ഏതൊക്കെ വീട്ടിൽ താമസിക്കണം എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ ആദ്യത്തെ ദിവസം പോയത് ശരത്തേട്ടൻ, നമ്മളെ ഒരു ചെറുത്തൂര്, അതായത് കണ്ണൂർ ബോർഡർ, അതായത് കാസർഗോഡിൻ്റെ അറ്റം, അവിടെ നമ്മളെ ശരത്തേട്ടൻ്റെ, അതായത് ആദ്യത്തെ ദിവസം ഞാനൊരു 65 കിലോമീറ്റർ ചവിട്ടിയിട്ടുള്ളൂ. 65-65ൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ ശരത്തേട്ടൻ്റെ വീട്ടിലായിരുന്നു ഫസ്റ്റ് ഡേ താമസം. അപ്പം ഞാൻ രാവിലെ ഇവിടുന്ന് ഭക്ഷണം വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഉച്ചത്തേക്കുള്ള ഭക്ഷണം എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ശരത്തേട്ടൻ്റെ വീട്ടിൽ അന്ന് വൈകുന്നേരം എത്തി, അന്ന് രാത്രി അവിടെ താമസം. പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. രണ്ടാമത്തെ ദിവസം പോയത് തലശ്ശേരിയാണ്, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഷാനു, അവൻ്റെ വീട്ടിൽ വൈകുന്നേരം എത്തി. മുഴപ്പിലങ്ങാട് അവിടെയാണ് അവൻ്റെ വീട്. അപ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങി രണ്ടാമത്തെ ദിവസം അവിടെ എത്തി. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നെ അന്ന് ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൂന്നാമത്തെ ദിവസം ശ്രീയുടെ വീട്ടിൽ, ശ്രീനാഥിൻ്റെ വീട്ടിൽ, അതായത് മലപ്പുറം മൂന്നാമത്തെ ദിവസം ഞാൻ എത്തി. അത് കുറച്ച് പാടുള്ള യാത്രയായിരുന്നു. മൂന്നാം ദിവസം അങ്ങനെ എത്തി. അപ്പോൾ അന്ന് രാത്രിത്തെ ഭക്ഷണമൊക്കെ അവിടെ നിന്നായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ഞാൻ ഒരു ദിവസം അവിടുത്തെ റെസ്റ്റ് എടുത്തായിരുന്നു കേട്ടോ. ഒരു സൺഡേ എന്തോ ആയിരുന്നു. അപ്പോൾ എനിക്ക് കാലിനൊക്കെ ഭയങ്കര വേദന, സൈക്കിൾ മുറിച്ച് പണി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ദിവസം ഒരു ഡേ അവിടെ നിന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ അടുത്ത ദിവസം ഞാൻ ചെല്ലുന്നത് ചാവക്കാട്. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണം അവിടെ അമ്മ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാലാമത്തെ ദിവസം ഞാൻ പോകുന്നത് ചാവക്കാട്, നമ്മുടെ ഷോർട്ട് ഫിലിംസിലൊക്കെ ഞാൻ അഭിനയിക്കുന്ന ഒരു ഡയറക്ടറുടെ വീടുണ്ട് അവിടെ, ഒരു ഗൂഗിൾ ആശാൻ, ഞാൻ ആശാന്ന് വിളിക്കുക. അപ്പോൾ ആളുടെ വീട്ടിലാണ് നാലാമത്തെ ദിവസം സ്റ്റേ ഉണ്ടായിരുന്നത്. അന്ന് അവിടുത്തെ രാത്രി ഭക്ഷണം. അഞ്ചാമത്തെ ദിവസം പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അന്നും അവിടെ നിന്ന് വാഴയിലല്ല, എല്ലാ ദിവസവും അമ്മമാർ അവിടെ നിന്ന് എനിക്ക് ഫുഡ് ആക്കി തരും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എവിടെയാണോ എത്തുന്നത്, വിശക്കുന്നത് എവിടെയാണോ, ഒരു സ്ഥലം കണ്ടുപിടിച്ച് ബസ് സ്റ്റോപ്പോ അല്ലെങ്കിൽ ഒരു റോഡ് സൈഡോ എവിടെയെങ്കിലും ഞാൻ കഴിക്കും. പിന്നെ നമ്മളിൽ വാട്ടർ ബോട്ടിൽ 2 കുപ്പി വെള്ളം എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. അതും ചൂടുവെള്ളമായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് കഴിയുള്ളൂ. പിന്നെ മുഖം കഴിക്കാനൊക്കെയാണ് ഞാൻ പെട്രോൾ പമ്പിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തേടുന്നത്. പിന്നെ അഞ്ചാമത്തെ ദിവസം ഞാൻ പോയി നേരെ നമ്മളെ പറവൂർ, അതായത് ആലുവ പറവൂർ, എൻ്റെ അച്ഛൻ്റെ നാട്, എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലാണ് കേട്ടോ. അതായത് അവിടെ മൊത്തം കുടുംബക്കാരാണ്. തൃശ്ശൂർ ബോർഡർ കയറിയ പിന്നെ മൊത്തം ഫാമിലിയാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും എനിക്ക് പോയിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ പോയത് തറവാട്ടിലാണ്. അന്ന് അവിടെ ആയിരുന്നു ഫുഡ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഓർക്കണം, എനിക്ക് ഇതുവരെ ചിലവില്ല കേട്ടോ. 1 രൂപ എൻ്റെ ചിലവില്ല. ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ പോയി കഴിക്കുന്നെങ്കിലോ കുടിക്കുന്നെങ്കിലോ മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ ഞാൻ പുറത്തുനിന്ന് അങ്ങനെയൊന്നും ഇതുവരെ, അതായത് പറവൂർ എത്തുന്ന വരെ ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. പറവൂർ. പിന്നെ 6ാമത്തെ ദിവസം ഞാൻ പറവൂരിൽ നിന്ന് രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങുന്നു. അന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. 6ാമത്തെ ദിവസം പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നാണ്, ഓക്കെ അപ്പോൾ എനിക്ക് 5 ദിവസമായിപ്പോൾ നിലവിൽ ചവിട്ടുന്നു. അപ്പോൾ 7 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്താലോ എന്നിങ്ങനെ തോന്നാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓക്കെ റോഡ് എങ്ങനെയാണ്, ഞാൻ അവിടെ നിന്ന് ചവിട്ടാൻ തുടങ്ങി. ആലപ്പുഴ പിടിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആലപ്പുഴ, പിന്നെ കൊല്ലം, പിന്നെ ട്രിവാൻഡ്രം. അതായത് 8 ദിവസമായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ പെട്ടെന്ന് എനിക്ക് 2 ദിവസം കൊണ്ട് എത്താൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചവിട്ടി ആലപ്പുഴയും കഴിഞ്ഞ് കായംകുളം ജില്ല, എനിക്ക് തോന്നുന്നു ആലപ്പുഴ ബോർഡറൊക്കെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. കൊല്ലം കയറിയിട്ടില്ല. അപ്പോൾ കായംകുളം ആണ് 6ാമത്തെ ദിവസം ഞാൻ എത്തുന്നത്. കായംകുളത്ത് ആരും ഇല്ല, സ്റ്റേ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ടെൻ്റ് അടിക്കായിരുന്നു. അന്ന് ഒരു ദിവസം മാത്രമേ ടെൻ്റ് അടിച്ചുള്ളൂ. എന്നിട്ടും ടെൻറ്റിൽ ഞാൻ കടന്നില്ല. ഭയങ്കര അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഒരു പോലീസുകാരനോട് ചോദിച്ചിട്ട് അങ്ങനെ അകത്ത് കയറി കിടക്കായിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ കയ്യിൽ നിന്നൊക്കെ, അതായത് പിന്നൊരു ചിലവുണ്ട്, ഹെൽമെറ്റ് മേടിച്ചതിന് ചിലവുണ്ട് കേട്ടോ. അതായത് ഹെൽമെറ്റ് മാത്രമാണ് കുറച്ച് ലക്ഷറി, ഒരു
തൊള്ളായിരം രൂപ എന്തോ ഞാൻ കൊടുത്തായിരുന്നു, 1200 പറഞ്ഞിട്ട്. കാരണം നമ്മളെ സേഫ്റ്റി എപ്പോഴും മുഖ്യമാണല്ലോ. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കാണ് ഹെൽമെറ്റ് മേടിക്കുന്നത്. അതും എന്നെ വേറൊരു ചേട്ടൻ ഹെൽപ്പ് ചെയ്താണ് കേട്ടോ. പൈസ കൊണ്ടല്ല, അല്ലാണ്ട് പോയി മേടിച്ചത്, അത് കയ്യിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഭയങ്കരമായി കയ്യിൽ നിന്ന് പോയ ചിലവ്. അപ്പോൾ ആലപ്പുഴ എത്തി. അവിടെ നിന്നൊക്കെയാണ്, അതായത് പറവൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇടയ്ക്ക് കയറി ലൈം കുടിക്കുന്നത്, അത് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട്. കാരണം നമുക്ക് ഈ BP ഒക്കെ കൗണ്ടൊക്കെ കുറയുന്നൊരു ഫീൽ അടിക്കും. കുറേ ചവിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ. അപ്പോൾ ഞാൻ ഈ ഉപ്പും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിട്ട് നാരങ്ങ വെള്ളം കുടിച്ചായിരുന്നു 2 ഗ്ലാസ്, ഡെയിലി 2 എണ്ണം കുടിക്കുക. അപ്പോൾ അതാണ് ഭയങ്കരമായി വന്ന ചിലവ്. പിന്നെ ആലപ്പുഴ അന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. കാരണം അന്ന് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഉച്ചത്തേക്ക് ഉണ്ടായിരുന്നു, പിന്നെ രാത്രിത്തേക്ക് ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ കായംകുളത്ത് നിന്ന് രാവിലെ ഇറങ്ങി. അന്ന് ഞാൻ വൈകുന്നേരം ട്രിവാൻഡ്രത്തെത്തി. അന്ന് ആണ് 7ാമത്തെ ദിവസം ഞാൻ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ചിലവെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഫുഡ്, ലൈം, ഇതൊക്കെ എൻ്റെ പിന്നെ തിരിച്ചു വരുന്ന ടിക്കറ്റ് ചാർജ്, പിന്നെ പാഴ്സൽ അയക്കാനുള്ള ചാർജ്, സൈക്കിള്, മൊത്തം കൂട്ടിയാൽ തന്നെ ഒരു 1000 രൂപ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഹെൽമെറ്റിൻ്റെ ഒരു 900 രൂപ. എങ്ങനെ വലിയ റൗണ്ട് ആക്കിയിട്ട് ഒരു 2000 രൂപ ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അതായത് ഒരു 1600 ആയിരിക്കും എനിക്ക് തോന്നി. ഇനി ഞാൻ റൗണ്ടാക്കി പറയണം, ഒരു 2000 രൂപ മാത്രമാണ് ഈ ട്രിപ്പിൽ ആകെ കൂടെ എനിക്ക് മൊത്തം വന്ന ചിലവ്. അപ്പോൾ പിന്നെ താമസം മൊത്തം ഇങ്ങനെ, കാരണം നമുക്ക് എവിടെ പോയാലും, അതായത് കേരളം വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിത് കിട്ടുന്ന വരില്ല. പക്ഷെ കേരളത്തിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അതായത് എൻ്റെ കൂട്ടുകാരുടെ ആയാലും പിന്നെ ഫാമിലി ആയാലും നമുക്കിങ്ങനെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ എന്നൊക്കെ, ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്നായാലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും നമ്മൾ ഒരുപാട് പേരെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നാളെ നമുക്ക് ഉപകാരപ്പെടും, എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ എനിക്ക് താമസം ഒന്നും വലിയ സീൻ ഉണ്ടായിരുന്നില്ല. നല്ല ഉറക്കം, ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും എന്നെ ഇങ്ങനെ ഭയങ്കര കംഫർട്ടാക്കാണ്. ഓക്കെ, നീ ഉറങ്ങിക്കോ, ഭക്ഷണം കഴിക്കൂ, വെള്ളം കുടിക്കൂ, ഭയങ്കര സ്നേഹമാണ്. ഒറ്റയ്ക്കുള്ള യാത്ര കുറച്ച് പാടാണ് സത്യം പറഞ്ഞാൽ. ഇതിൽ ഞങ്ങൾ 2 പേര് കൂടിയിട്ടാണ് ഈ അതായത് സൈക്കിൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്, ഞാനും ശ്രീയും. അപ്പം ഞങ്ങൾ 2 പേര് പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, ഒരു ട്രീറ്റ്മെൻറ്റ് കാരണം ഞാൻ അതിങ്ങനെ ഒതുങ്ങി. പിന്നീട് ഇത് ഇങ്ങനെ ഉയർത്തെഴുന്നേക്കുന്നത് ഞാനും ശ്രീയും ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്തത് 2 പേര് ഒരുമിച്ച് പോകണം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളത് പ്ലാൻ ചെയ്ത ഡേറ്റിന് അത് നടന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം. പിന്നെ ആ ഡേറ്റ് നീണ്ടുപോയി. അപ്പോഴേക്കും മഴ തുടങ്ങി. അപ്പോഴേക്കും ശ്രീക്ക് പിന്നെ നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്തു. അപ്പോൾ ശ്രീക്ക് ചെന്നൈയിൽ കുറച്ച് പ്രോഗ്രാംസ് വന്നു. ആൾ ഡാൻസറായതുകൊണ്ട് അവിടെ കുറച്ച് പ്രോഗ്രാമുകൾ വന്നു. അപ്പോൾ ഓക്കെ, അത് കുറച്ചും കൂടെ ഒരു മാസം 1.5 മാസം കൂടെ നീട്ടി വെക്കണം എന്നുള്ളൊരു സാധനം വന്നപ്പോൾ എനിക്ക് എൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം അതെനിക്ക് സാധ്യമല്ല എന്നുള്ളത് ഞാനിങ്ങനെ മച്ചോട് സംസാരിച്ച്, അങ്ങനെ ഓക്കെ മച്ചൻ പൊക്കോന്നും ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോവാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പേടി വന്നു കേട്ടോ. അതായത് ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ അതായത് കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും. കാരണം നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ആളുണ്ടല്ലോ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ശ്രീ ഓക്കെ വരാൻ പറ്റില്ല എന്നായപ്പോൾ എനിക്ക് ഭയങ്കര കൊള്ളാം, എന്ത് ചെയ്യും, ഒരു ഡബിൾ മൈൻഡൊക്കെ അടിച്ചു, എന്ത് വേണം. പക്ഷെ ഒന്നും നോക്കിയില്ല കേസ്, എൻ്റെ മുമ്പിൽ ഇത് പോകണം എന്നുള്ള സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇത് ഇറങ്ങിയത്. അപ്പോൾ ഒറ്റയ്ക്കുള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ രാത്രി ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് സൈക്കിൾ ട്രിപ്പ്. അപ്പോൾ അതായത് സൈക്കിൾ റൈഡ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എവിടെ എത്തുന്ന അവിടെ നിങ്ങൾ കൂടിക്കണം. പിന്നെ ആൾക്കാരോട് നന്നായിട്ട് സംസാരിക്കണം. നമ്മളീ പോകുന്ന വഴിക്ക് ഇപ്പോൾ എന്നെ ഒരുപാട് പോലീസുകാരനെ നിർത്തിയിട്ടുണ്ട്, ഒരാൾ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ ഫേസ്ബുക്കിൽ ലൈവൊക്കെ ചിലർ പോയിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരൊക്കെ പിടിച്ച് ചിലവർ ഇങ്ങനെ പല മൂഡിലൊക്കെ ആയിരിക്കും ചോദിക്കുക, എവിടെടാ എങ്ങോട്ട് പോകണമെന്നൊക്കെ ചോദിക്കും. ചിലവർ ഭയങ്കര നമ്മളെ സ്വാഗതം ചെയ്യും. അപ്പോൾ പോലീസുകാരനെ ഒരുപാട് പേര് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതായത് ഈ സഞ്ജീവ് എന്താടാ കഞ്ചാവാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇല്ല സർ, കഞ്ചാവല്ല, വേണമെങ്കിൽ നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ആൾ തമാശക്കൊക്കെ ചോദിക്കാനാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഏതൊരാൾ വന്നാലും നമുക്ക് നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റണം. അത് ഭയങ്കര അതങ്ങനെ ചെയ്യണം. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് പാടാനെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് റോങ് ആവും. കാരണം നമ്മൾ ഓരോ ജില്ലയിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് പല സ്വഭാവങ്ങളായിരിക്കും. അപ്പോൾ നമ്മളത് നന്നായിട്ട് സംസാരിക്കാൻ വരണം. പിന്നെ നമ്മൾ പിടിച്ചിക്കാൻ വരണം. എന്തെങ്കിലും ഇപ്പോൾ സൈക്കിൾ ട്രിപ്പാണ്, അപ്പോൾ സൈക്കിളിൽ ഒരുപാട് പണികൾ വരും. എനിക്ക് ഒരുപാട് പണികൾ വന്നായിരുന്നു. ഞാൻ കുറേ സാധനങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. വ്ളോഗിൽ അങ്ങനെ ഇല്ല. അവസാനത്തെ ഡേ ഒക്കെ ഞാനിങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഇത് ആൾക്കാർ കാണുന്നത്
ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ള സാധനമാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നെഗടിക്കേണ്ട വീട്ടുകാരെ അത് കാണേണ്ട വെച്ചിട്ട് ഞാൻ ചില സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കുറേ പണി വന്നായിരുന്നു. നമുക്കൊരു സൈക്കിൾ വർക്ക്ഷോപ്പ് ഇല്ലാത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പെട്ടു വന്നത്. അപ്പോൾ പിന്നെ എൻ്റെ അത്യാവശ്യമുള്ള ടൂളൊക്കെ എടുത്തിട്ടുള്ളൂ, അതായത് ടൂൾസൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടുമായിരുന്നു, ചെയിൻ പൊട്ടി. അപ്പോൾ ഞാനത് കിലോമീറ്ററോളം ഞാൻ സൈക്കിൾ ഉന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നെഗാണോ വെച്ചാൽ നെഗല്ല, അത് ഞാനത് വിചാരിച്ചാണ് എന്തായാലും പ്രശ്നങ്ങൾ വരും, സൈക്കിളിൻ്റെ പഞ്ചറാവുമായിരിക്കും, ചെയിൻ പൊട്ടുമായിരിക്കും. കാരണം ഞാനൊരു നോർമൽ സൈക്കിൾ കൊണ്ടാണ് പോണത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫേസ്, പിന്നെ നമ്മളെ കേരളത്തിലെ റോഡും, അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതൊക്കെ ഡീൽ ചെയ്തു. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരുപാട് പേര് ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇതൊന്നും വലിയ ഇങ്ങനെ കസരിലിരുന്ന് പറയേണ്ട കാര്യമൊന്നും അല്ല ഞാൻ ഈ വ്ളോഗിൽ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കാരണം ഞാനിങ്ങനെ ഇപ്പോൾ നിങ്ങളോട് പറയണത്, ഇത് കാണുന്നവർ കണ്ടോട്ടെ, ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം, എനിക്ക് അതറിയണ്ട. ഓക്കെ ഗൈസ്, എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ നേരിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളൊരു ട്രിപ്പൊക്കെ ഒറ്റയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഇച്ചിരി അഡ്വഞ്ചറൊക്കെ ആണെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾ പോകുന്ന സ്ഥലം ഓക്കെ, അവിടത്തേക്കുള്ള ബഡ്ജറ്റൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഞാനിപ്പോൾ പുറത്തോട്ടൊന്നും പോയില്ല, അതുകൊണ്ട് എനിക്ക് ഒരുപാട് പൈസ ഒന്നും വെച്ച് ഞാൻ ഇതുവരെ പോകാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പിടിയില്ല ഗൈസ്. അതായത് ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു അടുത്ത ട്രിപ്പ് എനിക്ക് ഒരു ഓൾ ഇന്ത്യ ഹിച്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നടപടിയായിട്ടില്ല, എന്തായാലും അത് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ, നിങ്ങളൊരു ഒറ്റയ്ക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരാം. നിങ്ങൾ പോവരുത്, ഒറ്റയ്ക്ക് പോകണ്ട, അതാണ് അപകടമാണ്, തേങ്ങയാണ് മങ്ങയാണ്. ഗൈസ്, നമ്മളെ റിസ്ക് എടുക്കാൻ ഒന്നും നടക്കില്ല എന്നെനിക്ക് മനസ്സിലായി. അതായത് റിസ്ക് എടുക്കണം ലൈഫിൽ ഒരു ടൈമിൽ പല രീതിയിൽ. അതായത് ഇപ്പോൾ ട്രിപ്പ് പോകാനുള്ള റിസ്ക് അല്ല പറയണം കേട്ടോ, അതായത് പല രീതിയിൽ വരാം. അതായത് അപ്പോൾ എനിക്കുള്ള റിസ്ക് എന്ന് വെച്ചാൽ, ഇത് ഞാൻ എല്ലാവരുടെ വാക്കുകളും ഒഴിവാക്കി പോവാണ്. എൻ്റെ കൂടെ ഏറ്റവും ഫയറായി നിന്നത് എൻ്റെ ചേട്ടനാണ്. അതായത് നീ പൊക്കോ, ഇനിയിപ്പോൾ എന്താ, ഞാൻ ഗിയർ സൈക്കിൾ മതി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ പറയാണ്, നീ ഗിയർ സൈക്കിൾ എടുക്കണ്ട, നീ ആ സൈക്കിൾ മാത്രം പോയാൽ മതി, അത് ഓടിച്ച് പോയാൽ മതി. അങ്ങനെ എൻ്റെ ചേട്ടൻ ഓൾറെഡി ഓൾ ഇന്ത്യ ഹിച്ചേക്കിങ്, പിന്നെ ആൾക്ക് ഈ ട്രാവലിംഗ് പരിപാടിയൊക്കെ കുറച്ച് ഭ്രാന്താണ്. അപ്പോൾ ചേട്ടൻ എൻ്റെ കൂടെ നിന്നായിരുന്നു. അതായത് നീ പോയിട്ട് വായോ, സീനൊന്നുമില്ല, നേരെ പോയിട്ട് വന്നു. അപ്പോൾ എനിക്ക് അതായിരുന്നു എൻ്റെ മെയിൻ ഊർജ്ജം എന്ന് പറയുന്നത്. കാരണം പിന്നെ അമ്മയ്ക്ക് അച്ഛനൊക്കെ പേടിയായിരുന്നു, കാരണം അവർ എന്തായാലും പേടിക്കും, കാരണം നമ്മളെ അച്ഛനും അമ്മയാണല്ലോ. അപ്പോൾ പക്ഷേ പിന്നീട് അവർ പിന്നെ ഓക്കെ ആയിരുന്നു, സീനൊന്നുമില്ല, അതിനിപ്പോൾ എന്താ, ഇതെല്ലാം പോയിട്ട് വരട്ടെ എന്നുള്ള ട്രാക്കായിരുന്നു കേട്ടോ അമ്മച്ചനും. അമ്മൂമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ പിന്നെ ഔട്ട്സൈഡിൽ നിന്നാണ് എനിക്ക് നെഗറ്റീവ്സ് കുറേ വരുന്നത്. എൻ്റെ മേത്തേക്ക് ഇഞ്ചെക്റ്റ് ആവുന്നത് ഔട്ട്സൈഡ് നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഫാമിലിയിലെ ആൾക്കാരും, പിന്നെ ചില. അപ്പോൾ ഇതാണ്, നിനക്ക് പറ്റില്ല, നിനക്ക് സൈക്കിൾ കുറേ ചവിട്ടാനുണ്ട്, നടപടിയാവില്ല, ഈ സൈക്കിൾ കൊണ്ട് നിനക്ക് പോകാൻ പറ്റില്ല, അത്രയും ദൂരമുണ്ട്, നിനക്കറിയോ തിരുവനന്തപുരം അപ്പുറത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പലരും വിരട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ചിരിച്ചള്ളി, പിന്നീട് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത്, പിന്നെ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ്, കണ്ണൂരൊക്കെ എത്തിയതിനു ശേഷമാണ് ആൾക്കാർ ഇത് അറിയണത് ഞാൻ പോയി എന്നുള്ളത്. കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് തന്നെ കണ്ണൂരെത്താനാകുമ്പോഴാണ്. ഞാൻ വെച്ചു ഓക്കെ പോകുന്നത്ര പോട്ടെ. അതിനിടയ്ക്ക് എനിക്ക് കാലിന് ഭയങ്കര പെയിൻ വന്നു, കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഒരു 6 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഇത്രയും വർഷം ഞാൻ സൈക്കിൾ ഓടിച്ചിട്ടില്ല, എന്നിട്ടാണ് ഇപ്പോൾ ഒരു 6 ദിവസം ഓടിച്ചിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ അതൊക്കെ കുറച്ച് അഡ്വഞ്ചറായിരുന്നു. കാരണം നമ്മളൊരു 6-7 കിലോമീറ്റർ ചവിട്ടുമ്പോൾ നമ്മൾ മടുക്കും, മൈൻഡ് സെറ്റ് നമ്മളാ കയ്യിൽ നിന്ന് പോകും, മടുത്തിനി വീട്ടിൽ പോയി ഉറങ്ങിയാൽ മതി എന്നുള്ള സാധനം കിട്ടും. അപ്പോൾ ഞാനപ്പോൾ കുറച്ചപ്പുറം ആലോചിച്ചാൽ എനിക്കത് ഭയങ്കര പേടിയാവും. കാരണം അയ്യോ, കാസർഗോഡ് വരെ ചവിട്ടുമ്പോൾ അവിടെ ഒരു കയറ്റുണ്ടല്ലോ, അവിടെ ഞാൻ എങ്ങനെ പോവുക എന്നുള്ളത് ആലോചിച്ചാൽ, അപ്പോൾ അതിനുശേഷം കാല് വേദന വന്ന് എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചാൽ ഭയങ്കര നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനപ്പുറത്തേക്കുള്ളത് ആലോചിച്ചില്ല കേസ്. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുക, എത്തുന്ന അത്ര എത്തട്ടെ. എവിടെയെങ്കിലും എനിക്ക് ഹെൽത്തിന് പറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാൻ തിരിച്ചു വരും. പക്ഷേ കണ്ണൂർ വരെ എത്താണെങ്കിൽ ഞാനത് ഓക്കെ, ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആണെങ്കിൽ ഞാനത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ കാലിനൊക്കെ നല്ല പെയിൻ വന്നായിരുന്നു കേസ്. എനിക്ക് പിന്നെ ഞാനൊരു വെയിറ്റുള്ള ഷൂ ഒക്കെ ഇട്ടായിരുന്നു ചവിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീയുടെ അവിടെ മലപ്പുറം എത്തിയിട്ടാണ് ശ്രീയുടെ ഷൂ എനിക്കായിരുന്നു, ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഷൂ എനിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൊള്ളാവുന്ന സാധനം കിട്ടി. പിന്നെ വെള്ളം, ഫുഡിൽ ഞാൻ ഹോട്ടൽ ഫുഡെല്ലാം ഒഴിവാക്കി. കാരണം പ്രശ്നം വരണം വെച്ചിട്ട് ഞാൻ വീട്ടിലത്തെ ഫുഡ്, നല്ല അമ്മമാരുടെ ചോറും മുട്ട വറുത്തതും ക്യാബേജ് തോരനും ഇതൊക്കെയാണ് കഴിച്ചത്. പിന്നെ നല്ല ചൂടുവെള്ളമാണ് ഞാൻ കുടിച്ചത്. അപ്പോൾ ഇതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് പല രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ വല്ല പനിയും പിടിച്ച് കിടന്നാണ്. പിന്നെ ശരീരവേദന കൊണ്ടായിരുന്നു ഒരു ഫസ്റ്റത്തെ 3-4 ദിവസം.
പിന്നെ ഞാൻ ഉറങ്ങി. കറക്റ്റ് ഉറക്കം മസ്റ്റാണ് ഗൈസ്. അത് ഞാൻ അവസാനത്തെ ദിവസമാണ് അറിഞ്ഞത്. കാരണം കായംകുളം സ്റ്റേഷനിൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അവസാനത്തെ ദിവസം എനിക്കൊരു 110 കിലോമീറ്റർ ചവിട്ടാണ്. അപ്പോൾ അത് വധമായിരുന്നു ഗൈസ്. വധം എന്ന് പറഞ്ഞാൽ വധമായിരുന്നു. കാരണം എനിക്ക് ഉറക്കമില്ലാണ്ട് നമുക്ക് എനർജി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കയറ്റു അതൊരു വൻ കഥയായിരുന്നു. എനിക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു ചിരിയും ഒരു വിഷമവും സന്തോഷമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആക്കി ഒരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. 600 കിലോമീറ്റർ ഞാൻ ചവിട്ടി. മൊത്തത്തിൽ 600 കിലോമീറ്റർ മുട്ടിട്ടുണ്ട്. എന്തായാലും ഇനി എൻ്റെ സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പോൾ ഇറങ്ങും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ പ്ലാനൊന്നുമില്ല ഇനി. ഇപ്പം എനിക്ക് എവിടെയെങ്കിലും പോകാമെന്നുള്ള സാധനമായി. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പ്ലാനുകളൊക്കെ ഉണ്ട്. അത് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് സോറി, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, കൂടെ അന്ന് എൻ്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിരുന്നില്ല. ഞാൻ ഒരുപാട് പേര് പരിചയപ്പെട്ടു. ഫസ്റ്റത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം. ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചതിന് ഞാൻ പറയാം. എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ കിട്ടി, ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടി, ഒരുപാട് ചേട്ടനും കിട്ടി, ചേച്ചിമാരെ കിട്ടി. കാരണം ഒരുപാട് പേര് മെസ്സേജ് ചേട്ടാ നീ ഓക്കെ അല്ലേ, എന്താണ് പരിപാടി, എന്നെ അറിയാത്തവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ കുറേ പേര് എനിക്ക് ഭക്ഷണം മേടിച്ചു തരുന്നു, ചായ മേടിച്ചു തരുന്നു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ച് കഴിക്കുന്നു. പിന്നെ എനിക്ക് ചോക്ലേറ്റ് മേടിച്ചു തരുന്നു, ചായക്കടയിൽ ക്യാഷ് കൊടുക്കുന്നു. ഇതൊന്നും ഞാൻ അവർക്ക് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. ഞാൻ നിർബന്ധിച്ച് ചേട്ടാ വേണ്ട ഞാൻ കൊടുത്തോളാം. പക്ഷെ അവരത് സമ്മതിക്കണില്ല. എന്നെ നീ വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് മേടിച്ചു തന്നു. എനിക്ക് മേടിച്ചു തന്ന ബിസ്ക്കറ്റ് 2-3 പാക്കറ്റിൻ്റെ തിരിച്ച് വന്നപ്പോൾ കൂടെ അതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു ബിസ്ക്കറ്റ്. കാരണം എനിക്ക് കഴിച്ചിട്ടും തീരുന്നില്ല. അത്രയും ഭക്ഷണ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇവരെല്ലാം മേടിച്ചെന്നത് പലരും, അതായത് എന്നെ അറിയാത്ത ആൾക്കാരൊക്കെയാണ്. കാരണം എൻ്റെ നമ്പർ പോലും അവർ മേടിച്ചിട്ടില്ല, ഒന്നും മേടിച്ചിട്ടില്ല. കാണുന്നു, ഭക്ഷണം കഴിപ്പിക്കുന്നു, വിടുന്നു, വാടാ ഓക്കെ പോയി സൂക്ഷിച്ചു വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്നത് എന്തെങ്കിലും കഴിച്ചു എന്നാണ് എന്നോട്. അത് ഭയങ്കര ഒരു മനസ്സ് ഇങ്ങനെ ഒരു കുളിർക്കുന്ന ചോദ്യം. അങ്ങനെ ഒരുപാട് പേര് നല്ല ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ പറ്റി. എന്തായാലും വൺ ട്രിപ്പായിരുന്നു കേസ്. എനിക്ക് ഭയങ്കര എന്തായാലും ഈ വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി, അതാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഇതുവരെ ആർക്കും എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ കണ്ടിട്ടാൻ വഴിയില്ല, കാരണം ഇത് ലെങ്ത്ത് കൂടുതലുണ്ടാവും വീഡിയോ. അപ്പോൾ ഓക്കെ കേസ്. അപ്പോൾ അന്ന് കൂടെ നിന്നവർക്കൊക്കെ നന്ദി. എന്തായാലും വീഡിയോസ് കാണാം, പറ്റിയ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. എല്ലാവരും കളിയാക്കും തനിക്ക് വട്ടാണ്. അതെ, എനിക്ക് വട്ടാണ്. ഓരോരുത്തർക്കും ഓരോ വട്ടല്ലേ.